ഹലോ, നമുക്കൊരു അടിപൊളി ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക, ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. നല്ല മൂത്ത് വരുമ്പോഴേക്കും സവാള ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നല്ലോണം ഇളക്കി കഴിയുമ്പോഴേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ബീഫ് മസാല ഇട്ട് കൊടുക്കുക 1 സ്പൂൺ, അതിനുശേഷം 2 സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ച ബീഫാണ് ആഡ് ചെയ്ത് കൊടുക്കണേ. നല്ലോണം ഇളക്കി കഴിയുമ്പോഴേക്കും നമ്മൾ കൈകൊണ്ട് ഉടച്ചു വെച്ച ഉരുളൻകിഴങ്ങും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഇളക്കി മിക്സ് ആക്കുമ്പോഴേക്കും ഒരു മുട്ട പൊട്ടിച്ചതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ. പിന്നെ നമുക്ക് കൈ കൊണ്ട് പരത്താം, ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കൈ കൊണ്ട് പരത്താം കേട്ടോ. ഞാനിതൊരു ഹാർട്ട് ഷേപ്പാണ് ഉണ്ടാക്കുന്നത്. അത് കഴിയുമ്പോഴേക്കും നമ്മളെല്ലാം ഓൾമോസ്റ്റ് പരത്തി കഴിഞ്ഞു. 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. മുട്ടയിൽ ഒന്ന് ഡിപ്പാക്കിയിട്ട് ബ്രെഡ് കംസ്, ഞാനിത് പൊടിച്ചതല്ല, കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമുക്ക് ആവശ്യമാണെങ്കിൽ ബ്രെഡും പൊടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് എണ്ണയിലോട്ട് ഓരോന്ന് വെച്ച് കൊടുക്കാൻ. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ശരി, ബൈ ബൈ.